ലൈഫ് ഇറ്റ്സ് എ മാരത്തോൺ. മുന്നിലെത്താൻ നിങ്ങൾ 99% ആളുകളെയും മറികടക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വളരെ കഷ്ടപ്പാടുള്ള കാര്യമാണെന്ന്. യെസ്, കഷ്ടപ്പാടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന അത്ര പാടേറിയ കാര്യമല്ല. കാരണം ഈ കാലഘട്ടത്തിൽ ഭൂരിഭാഗം ആളുകളും ഡിസ്ട്രാക്റ്റഡ് ആണ്. നമ്മളൊന്ന് ഡിസിപ്ലിന് കൺസിസ്റ്റൻ്റുമായാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്ത് 99% ആളുകളെയും മുന്നിലാക്കി മുന്നേറാം നമുക്ക്. ഇതിനായി നിങ്ങളൊരു മാറ്റത്തിന് തയ്യാറാകേണ്ടതുണ്ട്. നിങ്ങളുടെ പല കംഫർട്ടുകളും സാക്രിഫൈസ് ചെയ്യണം. പെയിനിലൂടെ കടന്നു പോകണം. ഇതിന് നിങ്ങളുടെ മൈൻഡിനെ ഓൾറെഡി തയ്യാറാക്കി വെക്കണം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് അത് സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് അതുമായി അലൈൻഡ് ആയിരിക്കണം. ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ ആളുകളുടെയും മൈൻഡ് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കി കൺട്രോളിൽ കൊണ്ടുവരണം. നിങ്ങൾ 99% ആളുകളും ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാൽ നിങ്ങൾ അവരെ പോലെ ആക്കും. അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിയില്ല, ഇത് വളരെ കഷ്ടപ്പാടുള്ളതാണ്, ഇത് ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള വീക്ക് മൈൻഡ് സെറ്റ് ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനോട് എന്ത് പറയുന്നോ അത് ചെയ്യാനാണ് ബ്രെയിൻ ശ്രമിക്കുക. നിങ്ങൾ പറഞ്ഞതിന് തെളിവ് കണ്ടെത്താൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മുന്നേറാം. സോ എന്നെക്കൊണ്ട് പറ്റും, എത്ര ഹാർഡാണെങ്കിലും ഞാൻ ചെയ്യും, ഒരു പ്രതിസന്ധിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക ആൻഡ് ബിലീവ് ഇറ്റ്, ബിക്കോസ് ദാറ്റ്സ് ദ ട്രൂത്ത്. വൺസ് നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ആയാൽ നിങ്ങൾ ബാക്കിയുള്ളതിനെ നേരിടാൻ തയ്യാറാകും. ഇനി വേണ്ടത് ഒരു ഗോളാണ്. ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ നമുക്ക് എവിടെയും എത്തിച്ചേരാൻ കഴിയില്ല. ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പല സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാരണം ഗോൾസ് ഉണ്ടാകുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കുറേ പേർ ഗോൾസ് സെറ്റ് ചെയ്തിട്ടും അത് അച്ചീവ് ചെയ്യാൻ കഴിയാതെ വരും. നിങ്ങൾ പല വലിയ ഗോൾസ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ അതിൽ പരാജയപ്പെടും. ഇത് നിങ്ങൾ മടിയനായതുകൊണ്ടോ ഒരു ഫെയിലർ ആയതുകൊണ്ടോ അല്ല. നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾക്കൊരു ഹൈ ഡോപ്പമൈൻ കിട്ടുന്നു. ഇത് കുറച്ചു കഴിഞ്ഞാൽ ഫീഡ് ആവും. അപ്പോൾ നിങ്ങൾ റിയാലിറ്റിയെ ഫേസ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ എപ്പോഴും എഫക്റ്റീവും എഫിഷ്യൻറ്റുമായ ഗോൾ സെറ്റ് ചെയ്യണം. ഇതിനായി ആദ്യം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ലൈഫിൽ പുതുതായി ചേഞ്ച് കൊണ്ടുവരേണ്ട 3 ആസ്പെക്ട് ചൂസ് ചെയ്യുക. അത് ഹെൽത്ത് ആവാം, വെൽത്ത് ആവാം, ഒരു സ്കില്ലാവാം. അങ്ങനെ ഈ 3 ആസ്പെക്റ്റിലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു ഗോൾ എഴുതുക ഓരോന്നിലും. ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് എടുക്കുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ എനിക്ക് ഇത്ര വെയിറ്റ് കുറക്കണമെന്ന് എഴുതാം. അങ്ങനെ നിങ്ങൾ 3 ആസ്പെക്റ്റിലും ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യണം. ഇവിടെ എസ് എന്നാൽ സ്പെസിഫിക്, എം ഫോർ മെഷറബിൾ, എ അച്ചീവബിൾ, ആർ എന്നാൽ റെലവൻറ്റ് ആൻഡ് ടി എന്നാൽ ടൈം ബേസ്ഡ്. ഫസ്റ്റ് വൺ, സ്പെസിഫിക് ഗോൾസ്. ഗോൾസ് എപ്പോഴും സ്പെസിഫിക് ആയിരിക്കണം. നിങ്ങളുടെ ഗോൾ വെയിറ്റ് ലോസ് എന്ന് മാത്രമായിരിക്കരുത്. എത്ര വെയിറ്റ് കുറക്കണം, എത്ര സമയത്തിനുള്ളിൽ എന്ന് തീരുമാനിക്കണം. ഒരു സ്കിൽ പഠിക്കുകയാണെങ്കിൽ ആ സ്കിൽ എത്ര വരെ എത്ര സമയം കൊണ്ട് പഠിക്കുമെന്ന് എഴുതണം. അതുപോലെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ ഓരോ വീക്കിൽ എത്ര പ്രോഗ്രസ് ഉണ്ടാകണം, ഡെയിലി അതിനു വേണ്ടി എന്ത് ചെയ്യണം, ഇത്രയും നിങ്ങൾ എഴുതണം. സെക്കൻഡ് വൺ, മെഷറബിൾ. നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ കഴിയണം. ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ ഡെയിലി എന്ത് ചെയ്യണമെന്നും വീക്കിലി എന്ത് അച്ചീവ് ചെയ്യുമെന്നും കാൽക്കുലേറ്റ് ചെയ്യണം. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൺ, അച്ചീവബിൾ. അൺറിയലിസ്റ്റിക് ആയ ഹ്യൂജ് ഗോൾ സെറ്റ് ചെയ്യാതിരിക്കുക. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അച്ചീവബിൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളാണിത് ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങളെ ഓവർഹെൽം ചെയ്യരുത്. ഫോർത്ത്, റെലവൻറ്റ്. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒന്നാകണം ഈ ഗോൾസ്. ബാക്കിയുള്ളവർ ചെയ്യുന്നത് കണ്ടാകരുത് നിങ്ങളുടെ ഗോൾസ്. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾസ് നിങ്ങളുടെ വാല്യൂ ബേസ് ചെയ്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോങ് ടേമിൽ തരുന്ന ബെനിഫിറ്റ്സിനെ ബേസ് ചെയ്തുമായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ലാസ്റ്റ് വൺ, ടൈം ബേസ്ഡ്. തീരുമാനിച്ച സമയം കൊണ്ട് ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യണം. അല്ലാതെ ഗോൾസ് അച്ചീവ് ആവുമ്പോൾ ആവട്ടെ എന്ന് വിചാരിക്കരുത്. ഒരു ഡെഡ് ലൈൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആ ഗോൾസിനോട് അവെയർ ആയിരിക്കും. ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെ സമയമെടുക്കുന്നതായി തോന്നാം, പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഒരു 30 to 60 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അൺഅച്ചീവബിൾ ഗോൾ സെറ്റ് ചെയ്യാൻ വലിയൊരു സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ മോട്ടിവേഷനിൽ നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് തോന്നും, പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ ഫേഡ് ആവും. ആദ്യം പറഞ്ഞ പോലെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയാതെ ആവും. അതുകൊണ്ട് സിമ്പിൾ ആൻഡ് സ്മോൾ ഗോൾസിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഈഗോയെ ഒന്ന് മാറ്റിവെക്കുക. ട്രസ്റ്റ് മീ, നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് കാണും. സോ നൗ യുവർ മൈൻഡ് സെറ്റ് ഈസ് റെഡി. Goals are set. Now what? Action. This is the core. ആക്ഷൻ എടുക്കാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനെ റിവോൾവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ സ്റ്റാർട്ട് ഡൂയിങ്. ഇനിയും സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് വീഡിയോസ് കാണാതെ
ടേക്ക് ആക്ഷൻ. നെക്സ്റ്റ് തിങ്, നിങ്ങൾ 99% ആളുകളെയും മറികടന്ന് എത്രത്തോളം മുന്നിലെത്തും എന്നുള്ളത് തീരുമാനിക്കും. ആൻഡ് ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി. നിങ്ങൾ നിങ്ങളുടെ ഗോൾസിൽ കൺസിസ്റ്റൻ്റ് ആവുക. ഡെയിലി കൺസിസ്റ്റൻ്റ് ആയി വർക്ക് ചെയ്യുക. മോട്ടിവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ബോറിംഗ് ആയാലും ഡെയിലി ഷോ അപ്പ് ചെയ്യുക. നിങ്ങൾ കൺസിസ്റ്റൻസിക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആകാം എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. സോ വിത്ത് ദാറ്റ് ഐ എം എൻഡിങ് മൈ വീഡിയോ. സ്റ്റേ സ്ട്രോങ്.